പ്രഭാഷണം നടത്താമെന്ന് കരുതുന്നു. ഈ ഭവനപർവ്വം പരിപാടിയുടെ ഉദ്ഘാടനത്തിനും അവാർഡ് സമർപ്പണത്തിനുമായിട്ട് ബഹുമാനപ്പെട്ട മുൻ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് KP രാജേന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് EL കൃഷ്ണൻ, നമ്മുടെ മുഖ്യ അതിഥി, അവാർഡ് വാങ്ങുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ കുരിപ്പുഴ ശ്രീകുമാർ, നമ്മുടെ വേദിയിലുള്ള എല്ലാവരെയും വിശദമായി ഇവിടെ പരിചയപ്പെടുത്തി. ഏറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളാണ് എല്ലാവരും. പ്രത്യേകിച്ച് ഇന്നിവിടെ കുരിപ്പുഴയുടെ പ്രസംഗവും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ കുറേ അധികം പ്രസംഗം നടത്തിയിട്ടുള്ള ആളാണെന്നില്ല. ഡോക്ടർ PK ഗോപൻ, എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കേൾക്കാനായി ധർമ്മരാജ് സാറ് നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ളതാണ്. ഞാൻ വളരെ ചെറിയ സമയമെടുക്കുന്നുള്ളൂ. സഖാവ് K രാധാകൃഷ്ണൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ അദ്ദേഹം ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെൻറ്റ് അംഗം എന്ന നിലയിലായാലും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ദേശീയാടിസ്ഥാനത്തിൽ CPIM-ൻ്റെ ഉയർന്ന ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന സഖാവാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് എത്തിച്ചേരാൻ കഴിയാതെ പോയത്. അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സഖാവായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടതും അവാർഡ് നൽകേണ്ടത്. ഞാൻ മിക്കവാറും എല്ലാ പരിപാടിക്കും വരുന്ന ഒരു പ്രാസംഗികൻ എന്ന നിലയിലല്ല, എപ്പോഴും യുവജന സംഘത്തിൻ്റെ പരിപാടിയിലും ഭവന സഖാവിൻ്റെ പരിപാടിക്കുമൊക്കെ സ്ഥിരം പങ്കെടുക്കുന്ന ഒരാളാണ്. ഈ ചുമതല നിർവഹിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ കാര്യം നിർവഹിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പറയാറില്ല, ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിലെ അംഗമാണ്. അങ്ങനെ ഒരു കാലത്ത് ഞങ്ങളെ വിമർശിക്കാനും ചീത്ത പറയാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇന്ന് ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പൗരസഖാവിനെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തരുത്. പൗരസഖാവും അത് കേട്ടാൽ ശുഭിദിനാവും. അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാറില്ല, കാര്യത്തിൽ കാണരുത്. നല്ലൊരു കമ്മ്യൂണിസ്റ്റ് സഖാവായിരുന്നു പവൻ. അപ്പം ഞങ്ങളൊക്കെ എപ്പോഴും നോക്കിക്കണ്ടിരുന്നത് അങ്ങനെയാണ്. ഒരു ഗുരുനാഥൻ്റെ സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനത്ത് നേതാവ് എന്ന് പറയുമ്പോൾ അഖിലേന്ത്യാ തലത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ചുമതലകൾ വഹിച്ചു എന്നല്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതൃഘടകങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഒരു സഖാവാണ്. അപ്പോൾ അത് ഇവിടെ EMS-ഉമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സഖാവ് C അച്യുതമേനോൻ തുടങ്ങി എല്ലാവരും, NE ബലറാം, PKV, C ഉണ്ണിരാജ, ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ടുള്ള വലിയ ബന്ധവും ഒന്നിച്ചുള്ള പ്രവർത്തനവുമൊക്കെ പവനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹം വഹിച്ച ചുമതലകളിലൊക്കെ എല്ലാ ചുമതലകളും ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എഴുത്തുകാരൻ, പ്രഭാഷകൻ, സാഹിത്യകാരൻ, ഞങ്ങളുടെയൊക്കെ പാർട്ടി ക്ലാസ്സുകളിലെ അധ്യാപകൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോവിയറ്റ് ആ കാലഘട്ടത്തിൽ സോവിയറ്റുകളുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ചുമതല, അങ്ങനെ പല ചുമതലകൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. എനിക്ക് കൃത്യമായിട്ട് സമയത്ത് ആ കാലത്ത് അറിയാവുന്ന കാര്യമാണത്. സഖാവ് C അച്യുതമേനോൻ്റെ മുഖ്യമന്ത്രിയുടെ നിർബന്ധമായിരുന്നു ഈ ചുമതല എടുക്കണം. അങ്ങോട്ട് ചെന്ന് ഏതെങ്കിലും സ്ഥാനം തരണം അല്ലെങ്കിൽ എന്തെങ്കിലും അതല്ല.
പൗരസഭ ഒരു സ്വഭാവത്തിലുള്ള ആളായിരുന്നില്ല. പൗരസഭാവിനെ നേരിട്ട് അച്യുതമേനോൻ സഖാവ് നേരിട്ട് വിളിച്ച് പാർട്ടി നേതൃത്വമൊക്കെ ആലോചിച്ച് ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് പൗരസഭാവിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിർബന്ധിക്കുകയായിരുന്നു. അത് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിച്ചു. ഈ സാഹിത്യ അക്കാദമിയെ വളരെ ജനകീയമാക്കി എല്ലാവർക്കും പ്രവേശിക്കാനും ബന്ധപ്പെടാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു ബഹുജന പ്രസ്ഥാനം എന്നതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും സ്വാധീനത്തിലെത്തുന്ന ഒരു വലിയ ഓർഗനൈസേഷനായി സാഹിത്യ അക്കാദമിയെ വളർത്തിയതിൽ പൗലോസ് സഖാവിൻ്റെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊക്കെയാണെങ്കിലും പൗലോസ് സഖാവ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറച്ച് യുക്തിവാദി പ്രസ്ഥാനം, അതിൻ്റെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ. ഞാൻ സഖാവിൻ്റെ കൂടെ കുറേ കമ്മിറ്റികളിലും ചില പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഏതെങ്കിലും ചെറിയ കാര്യം വന്നാൽ പോലും ഞങ്ങളെയൊക്കെ വിളിച്ച് ചിലപ്പോൾ ക്ഷുഭിതനാവും. എന്തുകൊണ്ട് ഇടപെടുന്നില്ല ചെറുപ്പക്കാർ? എന്തുകൊണ്ട് നിങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇടപെടുന്നില്ല, പ്രതികരിക്കുന്നില്ല? അതാണ് അദ്ദേഹം ചില ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറഞ്ഞത് പല സന്ദർഭത്തിൽ. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും അത് പല സന്ദർഭത്തിലും പറയാറുള്ളതാണ്. ഈ ബാലഭവൻ പൗലോസ് സഖാവില്ലായിരുന്നെങ്കിൽ അതൊരു മറ്റു സംഗതിയായി പോയേനെ. എനിക്ക് നേരിട്ടറിയാം. അല്ലെങ്കിൽ ബാലഭവൻ ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഇപ്പുറത്ത് വേറെ വലിയ സംഭവങ്ങൾ ഉണ്ടായേനെ. പവനൻ എന്ന് പറയുന്ന അതാണ് പവനൻ സഖാവ്. ഞങ്ങളെയൊക്കെ വിളിച്ച് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥത, ആ കാര്യങ്ങളിൽ പ്രതിബദ്ധത ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനെൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. കുരുവിപ്പുഴയ്ക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് ഏറ്റവും നല്ല തീരുമാനമാണ്. ഇവിടെ പറഞ്ഞില്ല, പത്തനംതിട്ടയിൽ അതുകൊണ്ട് കുരുവിപ്പുഴയുടെ പ്രസംഗത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചോ? എഴുത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചോ? എനിക്ക് തോന്നുന്നത് ആ സംഭവത്തിന് ശേഷം കുരുവിപ്പുഴ ഒന്നുകൂടി ശക്തനായി. അത് അദ്ദേഹത്തിൻ്റെ എഴുതുന്നത് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ജനീയത്തിലൊക്കെ എഴുതുന്നതാണ്. അദ്ദേഹം പല പ്രസിദ്ധീകരണങ്ങളിലും കൃത്യമായി എഴുതുന്നതാണ് ഓരോ സംഭവങ്ങളെക്കുറിച്ചും. അത് വായിക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ടൊരു ലേശം പിന്നോട്ടേക്കല്ല, ഒരു 10 അടി കുരുവിപ്പുഴ മുന്നോട്ടേക്കാണ്. അതാണ് നിലപാട്. ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ഇടങ്ങളിലും കുരിപ്പുഴയുടെ അടുത്തൊരു വർഷം അല്ലെങ്കിൽ അടുത്ത 1-2 വർഷം 1000 പ്രസംഗം നടക്കട്ടെ. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളും നമ്മുടെ പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ 1000 കേന്ദ്രത്തിൽ കുരിപ്പുഴ ഇതിനേക്കാളും ശക്തമായ ശബ്ദത്തിൽ ആർജവത്തോടുകൂടി സംസാരിക്കും. അതിനാണ് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അത്. അഴീക്കോട് സാറ് ഞങ്ങളോട് എപ്പോഴും പറയും, സുമാർ അഴീക്കോട് സാറ്, ഈ പ്രസംഗം കേൾക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടാവുമോ? പ്രസംഗം വെച്ചാൽ ആരെങ്കിലും കേൾക്കുമോ? അപ്പോൾ അഴീക്കോട് സാറിൻ്റെ ഒരു 7 ദിവസത്തെ എന്തായാലും പേരിട്ട് ഞങ്ങളൊരു പ്രസംഗ പ്രഭാഷണം നടത്തി പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ വെച്ച്. ആ ലൈബ്രറിയുടെ മുന്നിൽ ആ സ്റ്റെപ്പിലിരുന്ന് സാറ് പുറത്ത് ഇങ്ങോട്ട് നോക്കി. അപ്പോൾ ഞങ്ങളിത് ആലോചിക്കുമ്പോൾ പൗലോസ് സഖാവ് ഞങ്ങളൊക്കെ കൂടി തന്നെയാണ് സംഘടിപ്പിച്ചത്, കൃഷ്ണനായർ മാഷങ്ങളെല്ലാം കൂടി. അപ്പം അഴീക്കോട് സാർ ഞങ്ങളിത് സംസാരിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ പ്രസംഗമൊക്കെ അങ്ങനെ ആൾക്കാർ വരുമോ? ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു, സാറിൻ്റെ പ്രസംഗം ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ്, 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരും സാർ. അപ്പോൾ സാറിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നല്ല ആത്മവിശ്വാസം സാറിനുണ്ട്, ഞങ്ങൾക്ക് സംഘാടകർക്കും ഉണ്ട്. നമുക്കെന്തായാലും ശ്രമിച്ചു നോക്കുക. 1ാമത്തെ ദിവസം കണ്ട സദസ്സ്, പിന്നെ 7ാമത്തെ ദിവസം പറയണ്ടല്ലോ. അതാണ് പ്രസംഗത്തിൻ്റെ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ എടുക്കുന്ന നിലപാടുകൾ, അതിനൊക്കെ ഉള്ളൊരു വലിയ ഒരു പിന്തുണയാണ്. അങ്ങനെ പിന്നെ ധാരാളം പ്രഭാഷണങ്ങൾ നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട്.
അത് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം. അപ്പോൾ തുറന്ന് സ്വതന്ത്രമായി സംസാരിക്കാൻ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയാൽ പലരെയും പിന്തിരിപ്പിക്കാൻ പറ്റും എന്ന ഒരു തോന്നൽ വരുമ്പോഴാണല്ലോ കുറച്ചുകൂടി അവർ കടന്നാക്രമിക്കുക. അതാണ് ഫാസിസത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തല്ലേ. അപ്പം അതിനെ എങ്ങനെ കുറിച്ച് കിടക്കാം? എങ്ങനെയാണ് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി ഒരു പുരോഗമന ഇടതുപക്ഷ അല്ലെങ്കിൽ പുതിയ ഒരു തലമുറയെ നമുക്ക് ഉണർത്തി ഭരണഘടന ഇവിടെ വായിച്ചില്ലേ? ഈ എല്ലാ പരിപാടിയുടെയും വായിച്ച രണ്ടാം തന്നെ ഇവിടെ അതൊരു നിലപാടാണ്. ഭരണഘടനയുടെ ആമുഖം ഈ പരിപാടിയുടെ എല്ലാ സമയത്തും വായിക്കാറുണ്ട്. അതെന്തിനാ എല്ലാ പ്രാവശ്യവും വായിക്കുന്നു? ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. അത് നിലപാടിൻ്റെയാണ്. ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യവും നമ്മുടെ അവകാശങ്ങളും അതൊക്കെ കൂടുതൽ നേടിയെടുക്കാനും സംരക്ഷിക്കാനും അത് നമ്മളെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് അതിലേറ്റവും വലിയ പങ്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗഭോജന പ്രസ്ഥാനങ്ങളെല്ലാം ഇപ്പം ഞാൻ ഡോക്ടർ ബാബൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, കേൾക്കാറുണ്ട്. ടി വിയുടെ മുമ്പിലുണ്ടെങ്കിൽ കേൾക്കും. ആ പറയുന്നതിൽ കാര്യങ്ങളുണ്ടാവും, നിലപാടുണ്ട്. പറയുന്നത് ഭംഗിയായിട്ട് നന്നായിട്ട് മറ്റു പലരുടെയും കേൾക്കാറുണ്ട്. നമ്മൾ പലരും ബഹളവും ശബ്ദകോലാഹലവും ഇല്ലാതെ. അപ്പോൾ ഒരു സംഘടിതമായൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള ശബ്ദങ്ങളെ, ഇതുപോലുള്ള പ്രഭാഷണങ്ങളെ ഭയക്കുന്നവർ, ആ ഭയക്കുന്നവരാണ് മറ്റുള്ളവരെ ഭീതിപ്പെടുത്താൻ കൂടുതൽ അഗ്രസീവായിട്ടുള്ള ചില നടപടികളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് യുക്തിവാദി സംഘടന ആരംഭം മുതൽ ഏത് കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, അത് ഭരണഘടനയുടെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ അതിലേക്ക് കൂടുതൽ മറ്റുള്ളവരെങ്ങനെ ആകർഷിക്കാൻ കഴിയും. പ്രത്യേകിച്ച് സംഘടിതമായി കോർപ്പറേറ്റുകൾ മീഡിയ മുഴുവൻ കൈയടക്കിയ ഒരു കാലഘട്ടത്തിൽ മീഡിയ, എല്ലാ തരത്തിലുള്ള മീഡിയ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന, എന്തിനേയും തെറ്റായി ഇങ്ങനെ വ്യാഖ്യാനിച്ച് കൂടുതൽ അപകടത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്കങ്ങനെയുള്ള സഹായമൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പോലുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മാത്രമല്ല, എത്രയോ ഇടതുപക്ഷ ചിന്തയുള്ള പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, എത്രയോ പ്രവർത്തകരുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ശക്തി. ആ ശക്തി ഉപയോഗപ്പെടുത്തുക. പൗരസഹോദരിയൊക്കെ സ്മരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് എന്ന് വളരെ വിനയത്തോടു കൂടി ചുരുങ്ങിയ വാചകങ്ങളിൽ ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. കുരിപ്പുഴയ്ക്ക് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ അവാർഡ് വാങ്ങുന്ന ഈ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഇവിടെ അവരൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ആ കുഞ്ഞുങ്ങളെല്ലാവരെയും അവരെ മാതാപിതാക്കളെയും എല്ലാ സന്തോഷവും അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. പ്രിയ കവി കുരിപ്പുഴയും പുരസ്കാരം നൽകുന്നതിന് വേണ്ടി സഹ KP രാജേന്ദ്രനെയും ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് 10,000 രൂപയായിരുന്നു. ഇപ്രാവശ്യം അത് 15,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ പൈസയുടെ വലുപ്പമല്ല, ഇതിൻ്റെ ഒരു പവനൻ സ്മരണയാണ് പ്രധാനം.
ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി കേരള എക്സൈസ് സംഘത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാറിനെ ക്ഷണിക്കും. പ്രശസ്തി പത്രം വായിക്കുന്നതിന് വേണ്ടി സി ചന്ദ്രബോസ് സാറിനെ ക്ഷണിക്കും.